കോഴിക്കോട് ഞാവൽപ്പഴം എന്ന് കരുതി വിഷക്കായ കഴിച്ച് വിദ്യാർത്ഥി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചുണ്ടക്കുന്ന് സ്വദേശി അഭിഷേകിനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സമീർ സി മുഹമ്മദ് ഉണ്ട് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന്. സമീർ, ഈ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില എങ്ങനെ, എവിടെ നിന്നാണ് ഈ കായ, അതെന്ത് കായയാണെന്ന് മനസ്സിലാക്കാനായിട്ടുണ്ടോ കഴിച്ചത്? താമരശ്ശേരി ചുണ്ടക്കുന്ന് സ്വദേശികളായ സുന്ദരൻ റീന ദമ്പതികളുടെ മകനായിട്ടുള്ള 14 വയസ്സുകാരനാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അഭിഷേക് ഇന്ന് കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോയതായിരുന്നു. ആ വേളയിലാണ് സമീപത്തെ പറമ്പിൽ നിന്ന് ഞാവൽപ്പഴം എന്ന് കരുതി ഈ വിഷക്കായ കഴിച്ചത്. ഈ കുട്ടി 4 പഴമാണ് കഴിച്ചത്. തുടർന്ന് ചുണ്ടിലും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തടിച്ചു വീർക്കുന്ന സാഹചര്യമുണ്ടായി. കൂടാതെ ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അവിടെ നിന്ന് ഓയിൻമെൻറ്റ് പുരട്ടിയെങ്കിലും കാര്യമായ രീതിയിലുള്ള ഒരു ശമനവും ഉണ്ടായില്ല. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. ഇപ്പോൾ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിൽ കഴിയുന്നത്. റോഡിൻ്റെ ഈ വശങ്ങളിലൊക്കെ തന്നെ ഈ സമീപ നാളുകളിലായി ഞാവൽപ്പഴം വിൽക്കുന്നത് കാണാറുണ്ട്. അത് സമാനമായ അത് തന്നെയാണ് ഈ പഴവും എന്നാണ് ഈ കുട്ടിയും വിചാരിച്ചത്. അങ്ങനെയാണ് ഞാവൽപ്പഴം എന്ന് കരുതി ഈ വിഷക്കായ കഴിച്ചത്. ഇപ്പോൾ ഈ കായ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ചേര് ഇനത്തിൽപ്പെടുന്ന മരത്തിലുള്ള കായയാണ്. ഒറ്റ കാഴ്ചയിൽ അത് ഞാവൽപ്പഴം എന്നേ തോന്നുന്നു. പക്ഷേ അതിൻ്റെ ഇലയോ അതുപോലെ കായോ ഒക്കെ തന്നെ ശരീരത്തിൽ സ്പർശിച്ചാൽ പലപ്പോഴും വലിയ രീതിയിലുള്ള ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാറുണ്ട്. ഏതായാലും അത് ഞാവൽപ്പഴമല്ല, ഞാവൽപ്പഴം എന്ന് കരുതി കഴിച്ചാണ് ആ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്.